ഉം 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 ഉം. ട്രേ എടുത്തവരും കമന്റ് ചെയ്തേ, പ്രോഫിറ്റ് ആയ ഇറങ്ങിയവരും കമന്റ് ചെയ്തേ. ഇറങ്ങാറായില്ല, ഇറങ്ങിയവർ കമന്റ് ചെയ്തോ, പ്രോഫിറ്റ് ആയവരും കമന്റ് ചെയ്തു. എന്റെ അലാറം അടിച്ചപ്പോൾ തന്നെ പ്രീമിയം സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിഫ്റ്റി അത് ഗ്യാപ്പ് ഫില്ലാവാത്തോണ്ട് പലരും എൻട്രി മടിച്ചിട്ടുണ്ടാവും അല്ലേ? അല്ലേ? ഗ്യാപ്പ് ഫില്ലാവുന്നവർ ചിലപ്പോൾ കോൾ ഓപ്ഷൻ എടുത്തവരുണ്ടാവും. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചാർട്ട് ഇൻഡെക്സ് ചാർട്ട് അല്ല പ്രൈസ് ചാർട്ട് അല്ലേ? പ്രീമിയം എന്താണ്? പ്രൈസ് ആക്ഷൻ യഥാർത്ഥത്തിൽ ഇൻഡെക്സ് ചാർട്ടിലല്ല മൂവ് ചെയ്യുന്നത്, പ്രൈസ് ചാർട്ടിലാണ്. ഇൻഡെക്സ് ചാർട്ട് പറഞ്ഞ് ഗ്യാപ്പ് ഫുള്ളായില്ല, ഉടനെ പോയി കാൾ ഓപ്ഷൻ എടുക്കും, അതിൽ ലോസ് വരും. ഒരു മാർക്കറ്റ് തിരിയും, അപ്പോഴും പോയി പുട്ട് ഓപ്ഷൻ എടുക്കും. കയറേണ്ട സ്ഥലത്ത് കയറിയില്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് കയറി കഴിഞ്ഞാൽ അല്ലേ, ചില ആൾക്കാരുണ്ട് ബസ് സ്റ്റാൻഡിൽ പോയി കയറത്തില്ല, സ്റ്റോപ്പിലും കൈ കാണിച്ച് കയറത്തില്ല, ചാടിക്കയറും. അത് ചിലപ്പോഴൊക്കെ ലക്കിൽ കയറാൻ പറ്റും, പക്ഷേ ചിലപ്പോൾ വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ ആ കിടക്കായിരിക്കും, പിന്നെ ഒരിക്കലും അങ്ങനെ കിടക്കേണ്ടി വരും. അതുപോലെ മാർക്കറ്റ് പ്ലാൻ ചെയ്തിരുന്നിട്ട് കയറും. നിങ്ങൾക്ക് ആരുടെ പോയി പൈസ കൊടുത്ത് പഠിക്കേണ്ടെന്ന് കാര്യമില്ല, പക്ഷേ ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ്, യെസ് 80 രൂപ ആയിട്ടുണ്ട് പ്രീമിയം. 25,150 ഫുഡ് പ്രീമിയം 80 രൂപ അടിച്ചിട്ടുണ്ട്. താഴെ വന്നതിന് 54 രൂപയ്ക്കാണ്, 80 രൂപ. ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നേക്കാം, ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നേക്കാം. അങ്ങനെയാണ് മാർക്കറ്റ്, പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടേ പോവുള്ളൂ. പ്രോഫിറ്റ് ബുക്ക് ചെയ്തവർക്ക് അടുത്തൊരു എൻട്രി, അടുത്ത ഓപ്പർച്യൂണിറ്റി എടുക്കുക, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നവർക്ക് അസൽ വെച്ചെടുക്കാം. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. അങ്ങനെ ഇറങ്ങിപ്പോകേണ്ട കാര്യമൊന്നും ഇല്ല, ബുക്ക് ചെയ്യേണ്ട കാര്യമൊന്നും ഇപ്പൊ ഇല്ല. മാർക്കറ്റ് എന്താണ്? മാർക്കറ്റ്
ഇന്നലെ തന്നെ ബ്രേക്ക് ചെയ്ത് പോകുന്നു. കുറേ ദിവസം മുമ്പേ ബ്രേക്ക് ചെയ്യേണ്ടതാണ്. ആൾക്കാർ കൺഫ്യൂഷൻ ആയതുകൊണ്ട്. അല്ല, എല്ലാവരും ചെറിയൊരു താഴെ വീഴുവോ, മുകളിലോട്ട് പോവോ, സപ്പോർട്ട് എടുക്കുവോ, റെസിസ്റ്റൻസ് എടുക്കുവോ, വലിയ ആൾക്കാർ, വലിയ ടീം വരെ പറയാണ് മാർക്കറ്റിംഗ് എങ്ങനെ ട്രേഡ് എടുക്കുമോ. ആരും മിക്കവരും ട്രേഡ് എടുക്കുന്നില്ല എന്നുള്ള സത്യമാണ്. പലരുടെയും യൂട്യൂബ് ലൈവ് വീഡിയോസും കമൻറ്റും കാണുമ്പോൾ അതാണ് സത്യം. വമ്പൻ ടീം വരെ ട്രേഡ് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ആക്ച്വലി ചെറിയൊരു ട്രേഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാ ദിവസവും തന്നിട്ടുണ്ട്. തരാത്ത ദിവസം കുറച്ച് 2-3 ദിവസം മാത്രമേ അങ്ങനെ തരാത്ത ദിവസമുള്ളൂ, അല്ലേ? അല്ല, വലിയ ഏരിയ എന്നും വലിയ ഏരിയ പിടിക്കണമെന്നുള്ളവർക്കൊന്നും കിട്ടത്തില്ല. അത് വേറെ കാര്യം. ചിലർ വലിയ ഏരിയ മാത്രം നോക്കിയിരിക്കും. അല്ലേ, 200-400 പോയിന്റ് നോക്കിയിരിക്കുന്നവർക്ക് ചിലപ്പോൾ ട്രേഡ് കിട്ടത്തില്ല. ആക്ച്വലി ഒരു 15 മിനിറ്റ് മതി, 5 മിനിറ്റ് ആയാലും മതി. നമ്മളെ സ്കാൽപ്പർ ചെയ്യാൻ എന്താ ചെയ്യണേ? എത്ര മിനിറ്റാ ചെയ്യുന്നത്? അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നില്ല. ചെറിയൊരു ക്യാനിൽ ഇറങ്ങിയോളൂ, വരേണ്ടതാണ്. പുട്ടോയി കുറഞ്ഞു വരുന്നു. 10 തൊട്ട് കുറഞ്ഞ് കോളോയി കൂടുന്നു. ഇരുപത്തഞ്ച് 23 54 28 1 22. ഗ്യാപ്പ് ഡൗൺ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 251 ഇനി അടുത്തുള്ളത് 200 202. അത് കഴിഞ്ഞിട്ട് 25 150 25 100 ഇങ്ങനെയുള്ള റേഞ്ചാണ് എനിക്കുള്ളത്. CPU 58, നമ്പർ 93. കുറച്ച് എത്ര പേര് ബുക്ക് ചെയ്തു? എത്ര പേര് ഹോൾഡ് ചെയ്യുന്നുണ്ട്? ഇന്നലെ അവസാനം വരെ ഇരുന്നവരാരൊക്കെ?
അങ്ങനെ മാർക്കറ്റ് ഒരു എനിക്കിഷ്ടമാണ് കേട്ടോ, ചെറിയ മാർക്കറ്റ് ആണെങ്കിലും എനിക്കിഷ്ടമാണ്. ഇപ്പൊ വീണ്ടും ആൾക്കാരെ ഫോറക്സിലേക്കും ക്രിപ്റ്റോയിലേക്കൊക്കെ പോകും. എല്ലാം നല്ലത് തന്നെയാണ്. ഇവിടെ കുറച്ച് എന്താണ് ഒരു ഡിസിപ്ലിനും ക്ഷമയൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇവിടുന്ന് ഓപ്ഷനിൽ നിന്ന് മാറുന്നതാണ് നല്ലത്. എങ്കിൽ നമുക്ക് കൊറോണയ്ക്ക് മുമ്പുള്ള നല്ല മാർക്കറ്റ് കിട്ടും. ഇപ്പം കൊറോണ 2020 തുടങ്ങിയല്ലേ, ഇപ്പൊ 25 5 വർഷമായി. 5 വർഷമായിട്ടും ഇതുവരെ എന്താണ് ഡിസിപ്ലിനും ഒന്നും മനസ്സിലാക്കാത്ത, ഇതുവരെ ഒന്നും ലെവലാകാത്ത, നഷ്ടം മാത്രം ഉണ്ടായിരിക്കുന്ന ആൾക്കാർക്ക് നിർത്താനുള്ള സമയമൊക്കെ കഴിഞ്ഞു. മാക്സിമം ഒരു 3 വർഷം ആകുമ്പോൾ ഒന്നിയത് അവരുടെ ആ സ്ട്രഗ്ലിംഗ് പീരീഡ് എല്ലാം കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ട്രേഡിങ്ങിലേക്ക് നല്ല ട്രേഡർ ആവാനുള്ള സമയം 3 വർഷം തന്നെ മതി. മിനിമം 3 വർഷം വേണം എന്നാലും. അപ്പോഴായി. അപ്പോൾ പറ്റാത്തവർക്ക് എല്ലാവർക്കും പറ്റുന്ന പണിയൊന്നുമല്ല കേട്ടോ. ഇൻട്രാഡേ ട്രേഡ്, സ്വിംഗ് ട്രേഡോ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആർക്ക് വേണോ പറ്റും. ഓപ്ഷൻ ട്രേഡിൽ സിമ്പിളായിട്ടും ചെയ്യാം, പക്ഷെ നോക്കേണ്ട കാര്യങ്ങൾ മാത്രം നോക്കിയാൽ. എന്നെ സംബന്ധിച്ച് ഞാൻ ട്രേഡിംഗ് വ്യൂ മാത്രം നോക്കിയിട്ടും ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെന്താണ്, അതൊരു ഏരിയ കിട്ടും, എൻട്രി എക്സിറ്റ് SL ഇപ്പോൾ ടാർഗറ്റ് വെച്ചിട്ട് മൊബൈലിൽ അങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ് ഡയറക്ഷൻ. ബട്ട് ചില സൈഡ് വേസ് മാർക്കറ്റ്, വോളാറ്റിലിറ്റി മാർക്കറ്റിലേക്ക് നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് താഴെ ഇറങ്ങും, തിരിച്ചൊന്ന് മുകളിൽ കയറും, വീണ്ടും താഴെ ഇറങ്ങും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ എടുക്കുന്ന ട്രേഡുകളിൽ വലിയ പ്രോഫിറ്റ് കിട്ടത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ലോസിലായിരിക്കും. ബട്ട് നമ്മളത് ആ ചാർട്ട് അനലൈസ് ചെയ്ത് ലൈവിൽ ഇരിക്കുമ്പോൾ നമുക്ക് അതിൽ തന്നെ 3-4 ട്രേഡ് കിട്ടും. അപ്പോൾ അത് ഒരു ട്രേഡ് എടുക്കുന്നതിനേക്കാളും ബെറ്റർ നമുക്ക് കൂടുതൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വലിയ ട്രേഡ് എടുക്കുന്നതാണ്. ഇങ്ങനെ സെപ്പറേറ്റ് പല അസൈങ്ങുകളിൽ ട്രേഡ് എടുക്കുന്നതാണ്. അത് കുറച്ച് അനലൈസ് ചെയ്യണം, അല്ലാണ്ട് മൊബൈലിൽ ഒരു ചാർട്ട് മൊത്തം നോക്കിയിരുന്ന അങ്ങനെ കിട്ടത്തില്ല. അതൊരു ഡയറക്ഷനിൽ പോകുന്ന മാർക്കറ്റിൽ നമുക്ക് അങ്ങനെ ഇരുന്ന് ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഇതുവരെയും ഓപ്ഷൻ ട്രേഡ് ചെയ്യണം, മാറാൻ പറ്റുന്നില്ല, ട്രേഡ് ചെയ്തേ പറ്റുള്ളൂ,
എന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫണ്ടിങ് പിപ്പിൽ കയറുക, ഒരു ഡെമോ അക്കൗണ്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക, ചലഞ്ച് എടുക്കുക, അത് അവരുടെ കണ്ടീഷൻ അനുസരിച്ച് ട്രേഡ് ചെയ്ത് നോക്കുക. അവരുടെ ട്രേഡ് ചെയ്ത് അവരുടെ ട്രേഡ് കണ്ടീഷൻ അനുസരിച്ചല്ല നിങ്ങൾ കൂടുതലൊക്കെ വരികയാണെങ്കിൽ ആ അക്കൗണ്ട് ബ്ലോക്ക് ആവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. മാത്രമല്ല മറ്റൊരാളിൻ്റെ കണ്ടീഷനിൽ കയറി അവരുടെ കണ്ടീഷനിൽ ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ച് ഉത്തരവാദിത്തമൊക്കെ വരും. അതിൽ ഫണ്ട് എടുത്ത് ചെയ്താൽ പോലും ആദ്യം 4000 5000 ഒക്കെ വരുള്ളൂ. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ടും ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ. ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ട് പോയ ഏരിയയ്ക്ക് അടുത്തേക്ക് എത്തുന്നുണ്ട്. പ്രൈസ് 85 രൂപ എത്തിയിട്ടുണ്ട്. എന്നാലും ഉണ്ട് 33 25 ഒരു 120 130 140 രൂപയൊക്കെ പോയേക്കാം. ബട്ട് നിങ്ങളുടെ ഏതാണ് പേഴ്സൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ പ്രോഫിറ്റ് ആയെങ്കിൽ ഇറങ്ങുക, പിന്നെ അല്ലെങ്കിൽ ട്രയലേഴ്സിൽ വെച്ചിരിക്കുക എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡയറക്ഷണൽ മാർക്കറ്റ് കിട്ടുന്നത് വല്ലപ്പോഴും ഒരിക്കലേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ഇരിക്കുക എന്നുള്ളതാണ്. നല്ലൊരു ശതമാനം പ്രോഫിറ്റ് ഇപ്പൊ തന്നെ എല്ലാവർക്കും, എനിക്കെന്ന് മാത്രമല്ല എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം വലിയ റിസ്ക് കൂടുതൽ എടുക്കാൻ പറ്റാത്ത ട്രേഡേഴ്സിന് ഇവിടെയൊക്കെ ബുക്ക് ചെയ്തിട്ട് മര്യാദയ്ക്ക് ഇരിക്കാം. നല്ല പ്രോഫിറ്റ് ആയില്ലേ? ഇല്ലേ? നല്ല പ്രോഫിറ്റ് ആയി. ഇനിയുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. ഇനി അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അടുത്തെടുക്കുക, ഇപ്പം ബുക്ക് ചെയ്തിട്ട്, അല്ലേ? അതാണ് ബെറ്റർ ആയിട്ടുള്ള ചോയ്സ്. പിന്നെ വേറൊരു കാര്യം, അതാണ് ബെറ്റർ. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ പ്രീമിയം ഫുള്ള് കിട്ടും. മറ്റത് താഴെ വന്നിട്ട് വീണ്ടും പ്രീമിയം കുറഞ്ഞിട്ട് വീണ്ടും അടുത്ത് കൂടി വരണം. അപ്പോൾ നിങ്ങൾ വീണ്ടും ഇവിടെ എത്തുമ്പോൾ ആ പ്രൈസൊക്കെ തന്നെ കിട്ടുള്ളൂ, അല്ലേ? ഓപ്ഷൻ ആയതുകൊണ്ട് തിരിച്ച് ഇതേ പ്ലേസിൽ എത്തുമ്പോൾ ആ പ്രൈസ് കിട്ടുള്ളൂ. പക്ഷേ മാർക്കറ്റിന്റെ ബാക്കി കണ്ടീഷനുകൾ നോക്കിയിട്ടൊക്കെ ഇറങ്ങിയാൽ മതി. റിവേഴ്സൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യത ഇല്ല എങ്കിൽ ഇറങ്ങേണ്ട കാര്യമില്ല, അവിടെ തന്നെ ഇരിക്കുക. വീണ്ടും എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്യുമ്പോൾ ബ്രോക്കർ ചാർജും ടാക്സ് കൂടും. ഓക്കെ, അത് നിങ്ങളുടെ കണ്ടീഷൻ നോക്കിയിട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണ് അതൊക്കെ നോക്കിയിട്ട് ഇറങ്ങിയാൽ മതി. അല്ല ചാടിക്കേറി റിജക്ഷൻ കണ്ടു, റെഡ് ക്യാൻഡിൽ കണ്ടു, എന്തെങ്കിലും പ്രൈസ് ആക്ഷൻ ഫോർമേഷൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ചാടി ഇറങ്ങി പോകേണ്ട കാര്യമില്ല. ട്രെൻഡ് എന്താണ്, മാർക്കറ്റ് എവിടെ എത്തി, അല്ലേ? ട്രെൻഡ് എന്താണ്, മാർക്കറ്റ് എവിടെ എത്തി. രാവിലെ ഓപ്പൺ ചെയ്ത ഏരിയ ആയതുകൊണ്ട്, ഓപ്പൺ ചെയ്ത് വന്ന ഹൈ ഏരിയ ആയതുകൊണ്ട് അവിടെ കുറേ ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, സ്വാഭാവികമാണ്. മാത്രമല്ല ഒറ്റ ഡയറക്ഷൻ മാർക്കറ്റ് കയറി പോകത്തില്ല. അങ്ങനെ പോകണമെങ്കിൽ ഒറ്റ സ്പൈക്ക് അടിച്ച് പോയിട്ട് ഇറങ്ങി വന്നിട്ട് വീണ്ടും, അല്ലേ? അങ്ങനെയാണ് മാർക്കറ്റ്. കറക്റ്റ് താഴെ നിന്ന് എൻട്രി എടുക്കുക, പ്ലാൻ ചെയ്ത് എൻട്രി എടുക്കുന്നവർക്ക് നല്ല പ്രോഫിറ്റ് ആയില്ലേ, അല്ലേ? 50 55 57 രൂപയ്ക്ക് എൻട്രി, 87 രൂപ 85 രൂപയ്ക്ക് ഇറങ്ങിക്കൂടി. 55 രൂപയ്ക്ക് എടുത്ത് 85 രൂപ 30 രൂപ അല്ലേ? 21 2500 2600 ആയില്ലേ? പോരെ? എത്ര രൂപ മുടക്കി?
ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് ഓപ്ഷനിൽ തന്നെ, ഒരു മാറ്റവും ഇല്ല. പക്ഷേ നോക്കിയും പത്തിയും ചെയ്തില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നതും ഓപ്ഷനിൽ തന്നെയാണ്. നിങ്ങൾ ഇതുവരെ നഷ്ടം വരുത്തിയ പൈസ അല്ലേ, ഓപ്ഷൻ ട്രേഡ് ചെയ്ത് ഒരാൾ നഷ്ടം വരുത്തുന്ന പൈസ, ആ പൈസ ഒരുമിച്ച് കൊണ്ട് ഏതെങ്കിലും സ്റ്റോക്ക്, വെറുതെ ഒരു സ്റ്റോക്ക് നിഫ്റ്റി ഏതെങ്കിലും സ്റ്റോക്ക് ഇട്ടിരുന്നാൽ പോലും ആ പൈസ നഷ്ടം വരില്ല എന്ന് മാത്രമല്ല, അത് റിക്കവറി ആയി വരുമ്പോൾ നല്ല പ്രോഫിറ്റിലേക്കും എത്തുമായിരുന്നു. എന്നെ വിളിച്ചിട്ടുള്ളവരൊക്കെ പറയുന്ന തുക കേട്ടാൽ ഞെട്ടിപ്പോ. 60 ലക്ഷം, 40 ലക്ഷം, 50 ലക്ഷം, ആ ഒരു റേഞ്ചിലൊക്കെയാണ് കൂടുതൽ ആൾക്കാരോ വിളിക്കുന്നവർക്ക്. എന്താണ് സൊല്യൂഷൻ, അതിനുള്ള സൊല്യൂഷൻസോ അല്ലെങ്കിൽ അത് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, അതെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം അല്ലെ, ആ ട്രേഡിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ ആ ഒരു ലോസ് എങ്ങനെ കുറച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം സമാനമാക്കാം എന്നുള്ളതല്ല അവരുടെ ആവശ്യം. അവർക്ക് വീണ്ടും ട്രേഡ് എടുക്കാനുള്ള സ്ട്രാറ്റജിയാണ് ആവശ്യം. സ്ട്രാറ്റജി, ഏത് സ്ട്രാറ്റജി ആണെങ്കിലും വർക്കൗട്ട് ആവും. പക്ഷെ അത് നിങ്ങൾ സ്ഥിരം ചെയ്യണം, അതിൽ എക്സ്പീരിയൻസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. പലരും വന്ന് ഓടി വന്ന് തലയിട്ട് നോക്കിയിട്ടൊക്കെ പോയി അല്ലേ. ട്രേഡ് കാണിക്കാത്തോണ്ടാണ്. ഇന്ന് കരടിയുടെ ദിനമാണ്, കരടി. ഇന്ന് ഒന്നിലേക്ക് കരടി രാജാവായി വാണ ദിവസമാണ്. ഇതിൽ ആക്ച്വലി ട്രംപിന്റെ തലയാണ് വയ്ക്കേണ്ടിയിരുന്നത്. അല്ലേ. കൊറോണ കാലത്ത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ലോഷൻ മരുന്നാ ഉപയോഗിക്കാന്ന് പറഞ്ഞ ആളാണ് ഈ ട്രംപ്. നിങ്ങളത് പക്ഷെ അത് അദ്ദേഹം വലിയ ആളായതുകൊണ്ട് അതാരും വലിയ വാർത്തയായിട്ട് കൊടുക്കാൻ സാധ്യതയില്ല. പക്ഷെ ചില പത്രങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആണ്. പക്ഷെ അത് കൂർമ്മ ബുദ്ധി, കുരുട്ടു ബുദ്ധി എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ബുദ്ധികളാണ്. അദ്ദേഹത്തിന്റെ കാര്യം നേടാൻ വേണ്ടിയിട്ട് വളഞ്ഞ വഴിക്ക് വരികയും വേറൊരു രാജ്യത്തിനെ കൊണ്ട് അദ്ദേഹം ആഗ്രഹിക്കുന്ന ആ രാജ്യത്തിനെ ആക്രമിക്കാനും ഒക്കെ ബുദ്ധിയുള്ള, അതായത് ഒരു വീക്ക് പോയിന്റിൽ പിടിച്ചുകൊണ്ട് കാര്യം സാധിച്ചെടുക്കാനുള്ള മിടുക്കനാണ്. മിടുക്കെന്നും പറയാം, അല്ല ചെറിയ ക്രാക്കെന്നും പറയാം. ഇപ്പൊ അവിടെ എത്ര പ്രശ്നം മസ്കും ട്രംപായിട്ടുള്ള ചെറിയ ഇഷ്യൂസ് ആണ്. അത് അവിടുത്തെ കുറച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും മാർക്കറ്റില്. മാർക്കറ്റ് ചെറിയൊരു സപ്പോർട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ. സേഫ് ആയിട്ടുള്ള ടാർഗറ്റുകളൊക്കെ
ബുക്ക് ചെയ്തോളുക. ഒരു എന്താണ് ഒരു റീബാലൻസ് ഏരിയയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ മാർക്കറ്റ് ഇനിയും പോകും. പക്ഷെ ഇവിടെ ചെറിയ സപ്പോർട്ട് ചിലപ്പോൾ എടുത്തേക്കാം, ഉറപ്പില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ കൂടുതലും കൂടുതൽ ലൈവും കാര്യങ്ങളൊക്കെ എല്ലാം ഇടുന്നതുകൊണ്ട് കുറച്ച് എല്ലാ റാമും എല്ലാം മെമ്മറിയും CPU എല്ലാം ഏതാണ്ടൊക്കെ യൂസാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡാറ്റാസ് നോക്കാൻ പോകുന്നില്ല. എന്നാൽ ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തില്ലെങ്കിൽ നല്ലൊരു മൊമെന്റത്തിൽ ബ്രേക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ എൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി ഞാനിവിടെ ബുക്ക് ചെയ്തു. ഒന്നീ നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫുള്ള് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ട്രയൽ സെല്ല് കൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഹൈ രാവിലെ ഓപ്പൺ ചെയ്ത മാർക്കറ്റിന്റെ പ്രീമിയം ചാർട്ടിൽ കേട്ടാ SL നേരത്തെ ഉള്ള സ്വിങ്ങിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കുക. ഇൻവെസ്റ്റ് ചാർട്ടിൽ ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നല്ലേ, അവിടെ കൊണ്ട് SL കണക്കാക്കി നോക്കി വയ്ക്കുക. വലിയ സപ്പോർട്ടൊന്നും അല്ല, എന്നാലും ചെറിയ സപ്പോർട്ടാണ്. മാർക്കറ്റ് ഇനിയും താഴെ വീഴും. 25, 100, 25,000 ഒക്കെ പോവേണ്ട മാർക്കറ്റാണ്. ചെറിയൊരു സപ്പോർട്ടാണ്. 25, 100 വരെയെങ്കിലും മാർക്കറ്റ് വീഴുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഞാൻ 63 രൂപ 25 പൈസയ്ക്കാണ് എടുത്തത്. എനിക്ക് കിട്ടിയത് 92 രൂപ 95 പൈസയ്ക്ക് ആക്സെപ്റ്റ് ചെയ്തു. അത് ആ ഒരു ക്വാണ്ടിറ്റി. ആക്ച്വലി ഇനിയാണ് പ്രീമിയം ഞാൻ 120 പറഞ്ഞല്ലേ, 120, 140 പറഞ്ഞിട്ടുണ്ടായിരുന്നു. 116 ഇനിയാണ് മൂവ്മെന്റ് നൽകാനുള്ളത്. കാരണം വെച്ചാൽ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വീഴുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രീമിയം നല്ലതായിട്ട് ചാടാനുള്ള, നല്ല മൂവ്മെന്റ് നൽകാനുള്ള സാധ്യതയുള്ളത്. യെസ്, 97 പോട്ടെ. $120 എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. 117 അതിൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെ പ്രോഫിറ്റ് ബുക്ക് വരുന്നുണ്ട്. ഉടനെ 115 ബട്ട് 42, 32, 10. സെക്കൻഡ് ടാർഗറ്റ് 140 രൂപയാണ്. ബട്ട് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി കുറച്ച് നമ്മുടെ പോർഷൻ എക്സിറ്റ് ചെയ്തു. 2230 രൂപ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, ഒരു ലോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് മാർക്കറ്റ് ഇനിയും പോകേണ്ടതുണ്ട്. യെസ്, അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ചെയ്തു. മാർക്കറ്റ് ബ്രേക്കിംഗ്.
റണ്ണിങ്, ബ്രേക്ക് ചെയ്താലും അത് സസ്റ്റെയിൻ ചെയ്യണം. സസ്റ്റെയിനിങ് ആയിട്ടില്ല. ഫസ്റ്റ് പ്രോഫിറ്റ് ബുക്ക് വരെയൊക്കെ കൈ വെച്ചിട്ട് മര്യാദയ്ക്ക് ഇരിക്കുക. എന്നിട്ട് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മാത്രമേ എടുക്കാവൂ. അവിടെ നിന്നൊരു എന്താണ് ബ്രേക്ക് ചെയ്യുന്ന കൺഫർമേഷൻ വരണം. ബ്രേക്കിംഗ് സസ്റ്റെയിൻ ആയിട്ടില്ല. സപ്പോർട്ട് ഏരിയ ആണ്, പറഞ്ഞതുപോലെ തന്നെയാണ്. മാർക്കറ്റ് 25-100 വരെ വരും, ബട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി വരുമ്പം അടുത്തൊരു എൻട്രി എടുത്താൽ ഇപ്പം പ്രോഫിറ്റ് ബുക്ക് ചെയ്യവർ, അല്ലാത്തവരൊക്കെ SL വെച്ച് ഇരിക്കുക. ഇൻഡെക്സ് ചാർട്ട് ചിലപ്പോൾ ഇവിടെയൊക്കെ തന്നെ നിൽക്കും, ചെറിയൊരു റിജക്ഷൻ കാര്യമുള്ളൂ, ചെറിയൊരു പ്രോഫിറ്റ്. പക്ഷേ പ്രീമിയം ചാർട്ടിൽ നിങ്ങൾക്ക് നല്ലൊരു റിജക്ഷൻ ചിലവും വരും. പക്ഷേ പ്രീമിയം എന്താണ് ട്രെൻഡും സെന്റിമെന്റ്സും എല്ലാം ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് വരാൻ സാധ്യതയില്ല. പക്ഷെ ഇന്നലെ നല്ല ഫ്ലക്ച്വേഷൻ, ഇന്നലെ നല്ല വോളാറ്റിലിറ്റി പ്രീമിയത്തിലുണ്ടായിരുന്നു. ഒരു ചാട്ടം ചാടും. രാവിലെ ഇന്നലെ എന്താണ് കാണിച്ചത്? ഇന്നലെ 3 ഇരട്ടി പോയി. 50 രൂപയുള്ള പ്രീമിയം 150 രൂപ പോയി. 10 രൂപയുള്ള പ്രീമിയം പക്ഷെ 35 രൂപ പോയി, 3.5 ഇരട്ടി പോയി. പക്ഷെ അതില് രാവിലെ തുടങ്ങിയ മാർക്കറ്റ് ഉച്ചയായപ്പോൾ തന്നെ ഈ 3 ഇരട്ടി പോയി തിന്നു. അല്ലെ, 50 രൂപ പ്രീമിയം 150 രൂപ പോയി എത്തി. അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് വീണ്ടും ഒരു സ്പൈക്കിൽ ഏതാണ്ട് ഇതിന്റെ മുക്കാഭാഗം. അടുത്ത് വൈകുന്നേരം ഒരു 2-3 മണി അടുപ്പിച്ചായപ്പോ വീണ്ടും ഒരു 2 ക്യാൻഡിൽ, അതായത് 5 മിനിറ്റിന്റെ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ ചെറിയൊരു ക്യാൻഡിലാണ്. ബട്ട് അടുത്തൊരു 5 മിനിറ്റിൽ ക്യാൻഡിലില് ഈ 50 രൂപ അവിടെ 150 രൂപയിലെത്തി. അതിന്റെ ഈ ടോട്ടൽ മാർക്കറ്റിന്റെ 95% ആ ഒരു 5 മിനിറ്റിൽ തീർന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാനത് കണ്ടില്ല. അത് മാർക്കറ്റ് ഞാൻ ക്ലോസ് ചെയ്ത് നമ്മൾ പണി രാവിലെയുള്ള ട്രേഡ് എടുത്തു, പ്രോഫിറ്റ് നിർത്തി. അത് കഴിഞ്ഞിട്ട് മക്കൾ ഇന്നലെ സ്കൂൾ അവധിയായിരുന്നു. അവിടെ കളിച്ച് തിരിച്ച് അവസാനം TV കാണാൻ വന്നിരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു പ്രീമിയം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു. നിസ്സാരമായിട്ട് ടപ്പിന് ഒരു 5 മിനിറ്റിനകത്ത് സാധനം കഴിഞ്ഞു. രാവിലെ എടുത്ത എൻ്റെ ഇരട്ടി പ്രോഫിറ്റ് അവിടെ കിട്ടി. പിന്നീട് വൈകുന്നേരം നോക്കില്ല. പിന്നെ നമ്മൾ ലാഭം ഓണായിരുന്നു, പക്ഷേ സിസ്റ്റമൊക്കെ ഓണായിരുന്നു. പക്ഷെ ഞാനവിടെ ഉണ്ടായിരുന്നില്ല, മക്കളടുത്ത് കളിച്ചും തിരിഞ്ഞ് നടന്നു. അപ്പോൾ പക്ഷെ അത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഞാൻ എൻ്റെ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. പക്ഷെ അത് പ്രൈവറ്റ് ആയിട്ടാണ് ചെയ്തിരുന്നത്. ഞാൻ ഫുള്ള് എഡിറ്റ് ഒന്നും ചെയ്യാതെ ഫുള്ള് അങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. എൻ്റെ ജേണലായിട്ട് ഇട്ടതാണ്. അപ്പോൾ അതാണ് ചെയ്തോണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നോക്കിയപ്പോഴാണ് കറക്റ്റ് ഒരു 5 മിനിറ്റിൽ 50 രൂപയുള്ള സാധനം 150 രൂപ എത്തിയത്. അല്ലെ, രാവിലെ തൊട്ട് കഷ്ടപ്പെട്ട് വൈകുന്നേരം വരെ പോയ മാർക്കറ്റിനെ വെറും 5 മിനിറ്റ് കൊണ്ട് അതേ ഏരിയ പ്രൈസിൽ മൂവ് ചെയ്തു, പ്രീമിയം ചാർട്ടിൽ മൂവ് ചെയ്തു എന്നുള്ളതാണ്. കണ്ടോ, സപ്പോർട്ട് എടുക്കുന്നത് കണ്ടോ? സിമ്പിളാണ്, ലോജിക്കലാണ്. ഇതൊക്കെ മനസ്സിലാക്കേണ്ടുള്ളൂ. ചെറിയൊരു കാൽക്കുലേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തരും എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള ഒരു രീതി കിട്ടും, ഒരു സ്റ്റൈല് കിട്ടും. അതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെ ഫോക്കസ് ചെയ്യുക. അല്ല, നിങ്ങൾ ഒരിടത്തും യൂട്യൂബോ അല്ലെങ്കിൽ വേറെ ഇടത്തും പോയി പഠിക്കാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സിസ്റ്റം മാത്രം പഠിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ കീഴിൽ മാത്രം പഠിക്കുക. എന്നിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്യുക, അത് മാത്രം ട്രൈ ചെയ്യുക. അത് ഓക്കെ ആണെങ്കിൽ ഓക്കെയാണോ ഓക്കെയില്ല നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവും. മാത്രമല്ല, നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലേ എന്നും നോക്കുക. അത് നോക്കാൻ വലിയ പ്രീമിയം ഒന്നും എടുക്കേണ്ട കാര്യമില്ല. 5 രൂപയോ 10 രൂപയോ പ്രീമിയം എടുത്തിട്ട് നിങ്ങൾക്ക് അല്ല, അത് പൈസ കൊടുത്ത് ചെയ്യണമെന്നില്ല. നിങ്ങൾ ചാർട്ടിൽ ചെയ്ത് നിൽക്കുമ്പോൾ ആ ചാർട്ടിൽ ഡ്രോ ചെയ്യുക. ഇതാണ് എൻ്റെ പൊസിഷൻ. എൻ്റെ പൊസിഷൻ ഇതാണ്. ആ പൊസിഷൻ SL ഇവിടെയാണ്, എൻട്രി ഇവിടെയാണ്, SL ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് പൊസിഷൻ വരച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അത് നിങ്ങൾ എത്രത്തോളം സക്സസ് ആയി എന്നുള്ളത് മനസ്സിലാവും.
അപ്പോൾ എന്താണ് അടുത്തൊരു ചെറിയ പ്രീമിയം ആണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂഷൻ, ട്രെൻഡ് എല്ലാ സെന്റിമെന്റ്സും എല്ലാം ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യും. ചെറിയ സപ്പോർട്ട് വരുമ്പോൾ അവിടെ സപ്പോർട്ട് കാണിക്കും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരും, സ്വാഭാവികമാണ്. ബട്ട് ഒരു സപ്പോർട്ടിൽ നിന്ന് താഴെ വീഴുമ്പോഴാണ്, ആ ഒരു സപ്പോർട്ട് പൊട്ടി താഴെ വീഴുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രീമിയം കൂടുന്നത്, അതായത് പ്രോഫിറ്റ് കിട്ടുന്നതും നല്ലൊരു ക്യാൻഡിൽ താഴേക്ക് വരുന്നത്. നമ്മൾ മുകളിലോട്ട് സ്റ്റെപ്പ് കയറി പോകാൻ പാടുപെടും അല്ലേ, പക്ഷെ നമ്മൾ താഴോട്ടൊന്ന് ചാടാൻ സിമ്പിളാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് താഴേക്ക് ചാടുന്നത്. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഓപ്ഷനിൽ നിന്ന് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റുന്നത് മാർക്കറ്റ് പുട്ട് ഓപ്ഷനാണ്, താഴേക്ക് വീഴുമ്പോഴാണ്. അതായത് ആ ഒരു ലെവലിൽ സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലേ ആ മാർക്കറ്റ് താഴെ വീഴുള്ളൂ. താഴെ വീഴുകയാണെങ്കിൽ നല്ല വീഴ്ചയായിരിക്കും. പിന്നെ ഒരു കൺഫ്യൂഷൻ നിറഞ്ഞ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ അല്ലേ, ചില സമയത്ത് സൈഡ് വൈസ് ഒക്കെ ആയിരിക്കും നിൽക്കും. എല്ലാ ദിവസങ്ങളിലൊക്കെ നല്ല പ്രോഫിറ്റ് തരും. ആക്ച്വലി ഒരു പ്രോസസ്സായിട്ട് എന്താണ് മാർക്കറ്റിനെ ഒരു പ്രോസസ്സായിട്ട് കാണാത്തത് കൊണ്ടാണ് ഈ എല്ലാവർക്കും നഷ്ടം വരുന്നത് എന്നാണ് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, ചിലര് രാവിലെ എൻട്രി എടുത്ത് അവസാനം വരെ അത്രയും ക്വാണ്ടിറ്റിയും ഒക്കെ വെച്ചോണ്ടിരിക്കും. ചിലര് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്ഷൻ കിട്ടി, അല്ലെങ്കിൽ മാർക്കറ്റ് സെന്റിമെന്റ്സും ഡയറക്ഷനും സ്ട്രക്ചറും എല്ലാം ഓക്കെയാണ് എങ്കിൽ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് ഫസ്റ്റ് ഉള്ള ഏരിയയിൽ ഇറങ്ങുക. ഫസ്റ്റ് റെക്സിൻസ് അല്ലെങ്കിൽ നമ്മളൊരു ആവറേജ് പേഴ്സൻറ്റേജ് അത് ഇറങ്ങുക. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയ കാര്യം, നിങ്ങളത് ഫസ്റ്റ് എൻട്രി എടുത്തു. എന്താണ് നമ്മൾ ഡ്രൈവിംഗ് സ്ട്രാറ്റജി പറഞ്ഞ പോലെ തന്നെ ഒരു ലോട്ട് എടുത്തു, മാർക്കറ്റ് നല്ല മൂവ് ആവുന്നുണ്ട്, മൊമെന്റും ഉണ്ട്, പ്രീമിയം കൂടുന്നുണ്ട്, അടുത്ത ക്വാണ്ടിറ്റി അങ്ങ് ആഡ് ചെയ്യാൻ. ഓക്കെ, അങ്ങനെ കൂട്ടി എടുക്കുക. എന്നിട്ട് ഡയമണ്ട് സ്ട്രാറ്റജി പോലെ ഇങ്ങനെ കൂട്ടി പോയിട്ട്, അത് പിരമിഡ് അല്ല കേട്ടോ, ഡയമണ്ട്സ്. എൻ്റെ രീതിയിൽ ഡയമണ്ട് സ്ട്രാറ്റജിയാണ്. അതായത് ഡയമണ്ട് ഇങ്ങനെ കൂടുതൽ താഴെ നിന്ന് മുകളിലേക്ക് പോയിട്ട് അവിടെ ഒരു മുകളിലൊരു ഡയമണ്ടിന്റെ ചെറിയൊരു കട്ടിങ് ഉണ്ട് സൈഡിൽ. അതായത് അവിടെ എത്തുമ്പോൾ മാർക്കറ്റ് അവിടെ സൈഡ് വൈസ് അടിക്കുന്നുണ്ട്. ആ രീതിയിൽ അവിടെ എത്തുമ്പോൾ നമ്മളത് അവിടെ എല്ലാ ക്വാണ്ടിറ്റി ഒരു ലോട്ട് വെച്ചിട്ട് ബാക്കിയെല്ലാം ബുക്ക് ചെയ്തിട്ട് ഒരു ക്വാണ്ടിറ്റി അവിടെ നമ്മൾ വെച്ചിട്ട് എസ് എൽ വെച്ചിട്ട് അവിടെ ഇരിക്കും. അതാണ് ഡയമണ്ട് ക്വാണ്ടിറ്റി. കണ്ട, ഇപ്പൊ ഒന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ കണ്ട എത്ര പെട്ടെന്നാണ് 120 നിന്ന് 140 പോകുന്നത് നോക്കിയേ. കണ്ട, ഇതാണ് സിമ്പിളാണ്. അല്ല, 25,200 പ്രീമിയം 134, 120 എൻ്റെ ടാർഗറ്റ്. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് 140, 150. അത് ഇനിയും പോയേക്കാം. ബട്ട് ആ ഒരു കണ്ട, ഇത് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്നതാണ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ നല്ല വീഴ്ചയായിരിക്കും. നമ്മൾ നല്ലൊരു മൂവ്മെന്റ് അവിടെ കിട്ടും. 25,100. അതെ, നമ്മളെ സെന്റിമെന്റ്സും ട്രെൻഡും എല്ലാം ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ പിന്നെ അവിടെ ഇറങ്ങേണ്ട കാര്യമില്ല. വേണമെങ്കിൽ ട്രയൽസ് എല്ലാം കൊണ്ട് അടുപ്പിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വെക്കുക. അതാണ് സേഫ്. അപ്പം നമ്മളെ ഒരിക്കലും എല്ലാ ലോസും വരത്തില്ല. നമ്മൾ ആദ്യം ബുക്ക് ചെയ്യുന്ന പ്രോഫിറ്റ് പിന്നീട് ലോസ് അടിച്ചാൽ പോലും നമുക്കത് നഷ്ടം വരത്തില്ല. ബട്ട് നമ്മുടെ ഡയറക്ഷൻ ഉണ്ട്, ഓക്കെ, പക്കയാണെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, കിട്ടുന്നത് നമുക്ക് എല്ലാ ദിവസവും പ്രോഫിറ്റ് കിട്ടത്തില്ല അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കിട്ടുന്നതിന്റെ ദിവസം അത്രയും അവിടെ ഇരിക്കുക എന്നുള്ളതാണ്.
135 രൂപ ആയിട്ടാ, 140 എൻ്റെ രീതിയിലുള്ള ടാർഗറ്റ്. പക്ഷേ മാർക്കറ്റ് പൊട്ടിയത് കൊണ്ട് മാർക്കറ്റ് എല്ലാവരെയും വ്യൂ എന്താ കുറേ ദിവസം കൊണ്ട് ട്രേഡ് എടുക്കാത്ത ആൾക്കാരുണ്ട് കേട്ടോ. വലിയ വലിയ ട്രേഡേഴ്സ് കുറേ ദിവസം കൊണ്ട് അവർക്ക് ട്രേഡ് ഇല്ല. വെച്ചാൽ അവർ നോക്കുന്നത് വലിയ ഏരിയകളാണ്. അപ്പോൾ അവരിന്ന് പൊട്ടിക്കും. പലരും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ട്രേഡ് കിട്ടുന്നില്ല, മാർക്കറ്റ് ക്ലോസ് ചെയ്തോ, നിർത്തിയാലോ എന്നൊക്കെയാണ് വലിയ ആൾക്കാർ പറയുന്നത്. പക്ഷേ ചെറിയ ചെറിയ ആൾക്കാർക്ക് ട്രേഡ് കിട്ടുന്നുണ്ട്. സെക്കൻഡ് ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യാൻ പോവുകയാണ് 135 റിപ്പീറ്റഡ്. അപ്പൊ ഞാൻ എൻ്റെ ഫുള്ള് ഇവിടെ ഇറങ്ങുക കേട്ടോ. 140 ഞാൻ എൻ്റെ ഫുള്ള് ട്രേഡ് ഇന്നത്തെ കഴിയും. ഇനി കഴിയുമെന്നല്ല, എൻ്റെ എന്താണ് വീണ്ടും ഓപ്പർച്യൂണിറ്റി വന്നാൽ ഞാൻ എടുക്കും. അത് പറയാം, ഓപ്പർച്യൂണിറ്റി വരണം, കൺഫർമേഷൻ ആയിട്ട് ഓപ്പർച്യൂണിറ്റി വരണം, എങ്കിലേ എടുക്കുള്ളൂ. നാഥ 25 ബ്രാക്ക് താഴെ പോകും. 25 ആണ് ടാർഗറ്റ്. 25,000 പോവാം, എവിടെ വേണം 24,000 പോവാം അല്ലേ. ബട്ട് എന്നാലും നൂറ്റി 138 കേട്ടോ. ഞാനിവിടെ ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. 138 ഏരിയ റേഞ്ചിനകത്ത് എത്തി മാർക്കറ്റ്. 135, 38, 54, 38, 40. അതായത് നമ്മൾ ടാർഗറ്റിലേക്ക് എത്തുമ്പോൾ ഇനി ഒരു ചാട്ടമുണ്ട്. ഇനി ഒരു നല്ലൊരു ബ്രേക്കിംഗ് താഴേക്ക്, ഒരു ബ്രേക്കിംഗ് കൂടെ താഴേക്ക് വരും. നല്ലൊരു ചാട്ടം കൂടെ ഉണ്ട്. റിപ്പീറ്റ് 137 ഒന്ന് ഇപ്പോൾ ഉണ്ട്. 137 അവിടെ ഒരു 136, 150. അങ്ങനെയാണെങ്കിൽ വീണ്ടും ചാടും. നമ്മൾ എത്ര സ്റ്റാർട്ട് ചെയ്തത്? 70, 67, 70, 21, 140, 140, 160. അത് നമ്മൾ എൻട്രി എടുക്കുമ്പോൾ താഴത്തെ റെഡ് ക്യാൻഡിൽ നിന്ന് എൻട്രി എടുക്കുക. ഇറങ്ങുമ്പോൾ അല്ല, തിരിച്ച് ഇന്ന് താഴേക്കാണല്ലോ. ഇന്ന് ബൈങ് ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ ലാസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ നിന്ന് എൻട്രി എടുക്കുക. ഇറങ്ങുന്നത് റെഡ് ക്യാൻഡിൽ തന്നെ ഇറങ്ങുക. റിട്ടേൺ കാണുമ്പോൾ അല്ല ഇറങ്ങേണ്ടത്, അതിനു മുമ്പേ ഇറങ്ങുക. അതായത് നമ്മളെ ഡാറ്റകൾ ഡിലേ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. 3 സെക്കൻഡ് മുതൽ 3 മിനിറ്റ് വരെ ഡിലേ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡിലേ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് മുമ്പേ ഇറങ്ങി പോവുക എന്നുള്ളതാണ്. 25,100 ടാർഗറ്റ്. പിന്നെ 20,000, 24,000 പോയാലും ഞാനത് കൈവയ്ക്കത്തില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ടാർഗറ്റ് അടിച്ച് 141 രൂപ 95 പോയിട്ടുണ്ട്. എൻ്റെ ടാർഗറ്റ് ഹിറ്റായി, എൻ്റെ കാര്യം കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ട്രേഡ് കഴിഞ്ഞു ഇന്നത്തെ. ഇനി പക്ഷേ ഇനിയൊരു എന്താണ് ഓപ്പർച്യൂണിറ്റി വന്നാൽ എടുക്കാതിരിക്കൊന്നുമില്ല, എടുക്കും. ബട്ട് നോക്കിയിട്ട് മാത്രം, വീണ്ടും ഒരു അനലൈസ് ചെയ്തിട്ട് മാത്രമേ എൻട്രി ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ഇന്ന് കമന്ററി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ആൾക്കാർ വന്ന് ഓടിപ്പോയി. ആർക്കും സംശയങ്ങളുമില്ല. സ്ട്രാറ്റജിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരിരിക്കും.
സ്ട്രാറ്റജിക്ക് പറയാൻ കുഴപ്പമില്ല കേട്ടോ. സ്ട്രാറ്റജിക്ക് സെല്ലിംഗ് സ്ട്രാറ്റജി ഏത് സ്ട്രാറ്റജി വേണമെങ്കിലും പറയാം. മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്തു, എവിടെ ഇതുവരെ പോകും, എത്ര പോയിന്റ് പോകും, എന്താണ് ഡയറക്ഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സ്ട്രാറ്റജി വേണോ ചെയ്യാം അല്ലേ? ഹെഡ്ജിങ്ങോ അല്ലെങ്കിൽ സെല്ലിങ്ങോ. ഉണ്ട് 25 150 പ്രീമിയം 117 രൂപ 75 പൈസ, അതിന് 120 രൂപ പോകേണ്ടതാണ്. ഓക്കെ, എന്നാലും എത്തിയ ടാർഗറ്റ്. നമ്മള് 25 200 കറക്റ്റായിട്ട് 140 എത്തി, അതാണ് നമ്മുടെ പ്രീമിയം. ഓക്കെ, കറക്റ്റായിട്ട് 70 രൂപ 70 രൂപയ്ക്ക് കയറി 70 രൂപ എടുത്ത് 140 രൂപ ഇരട്ടിയെ. 70 രൂപ പ്രീമിയം 140. ഇന്നലെ 3 ഇരട്ടിയാണ് പോയി. ഇന്നലെ 50 രൂപയുള്ള പ്രീമിയം 150 രൂപയ്ക്കാണ് 50 രൂപ പോയി. അപ്പൊ എന്റെ 2 ടാർഗറ്റും കഴിഞ്ഞു ഇറങ്ങി. ആദ്യം 120 ഒരു ലോട്ട് എടുത്ത് മാറി, അടുത്തത് അടുത്ത് കൊടുത്തു. സംഭവം കഴിഞ്ഞു. ഇന്നലെയും നല്ല പ്രോഫിറ്റ് കിട്ടി. ഇന്നലെ ചെറിയ പ്രീമിയമാണ് എടുത്തത്. എന്നിട്ട് നമുക്ക് എത്ര 150% പ്രോഫിറ്റ്. ഇന്നലെ ഞാൻ ഫുള്ള് ഇരുന്നൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് 3 ട്രേഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നാൽ ഏറ്റവും ലാസ്റ്റിലുള്ള ട്രേഡ് കിട്ടിയിരുന്നെങ്കിൽ വീണ്ടും ഒരു നല്ലൊരു ആയിരുന്നു. അത് നമ്മളൊന്നും കണ്ടിരുന്നില്ല. നമ്മൾ പിന്നെ ഫുൾ ടൈം ഇരിക്കണം എന്ന് കാര്യമൊന്നുമില്ല കേട്ടോ. രാവിലെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുക, എടുക്കുക, നിർത്തുക. നിങ്ങളുടെ ബാക്കി എന്താണ് എന്റർടൈൻമെന്റ്, മക്കളോടൊത്തോ ഭാര്യയെടുത്തോ അല്ലെങ്കിൽ കൂട്ടുകാരെടുത്തോ കറങ്ങുക, അല്ലെങ്കിൽ പോവുക, വേറെ ജോലിക്ക് പോവുക. അപ്പൊ എന്റെ ട്രേഡ് കഴിഞ്ഞ് എനിക്കിന്ന് ബാങ്കിൽ പോകണം. കമ്പനിയുടെ അക്കൗണ്ടിൽ മെസ്സേജ് വന്നിരുന്നു, ഒരു ട്രാൻസാക്ഷൻ. അപ്പൊ അതിന്റെ അങ്ങോട്ട് പോകണം. മെസ്സേജ് വന്നിട്ട് കുറെ ദിവസമായി. KYC അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ മണി 11:08. അപ്പോൾ മാർക്കറ്റ് 25,000 വരെ പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, മാർക്കറ്റ് 25,000 വരെ പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, മാർക്കറ്റ് ഇപ്പോഴെവിടെ എത്തി? ഇപ്പൊ 25 165 എത്തി അല്ലേ? 150 എത്തി. മാർക്കറ്റ് 25 100 25,000 വരെ പോകാനുള്ള പോസിബിലിറ്റീസ് ഇന്നുണ്ട്. ഓക്കെ, ഇന്നലെ ക്ലോസ് ചെയ്തത് 300. അപ്പോൾ എല്ലാവരുടെയും കരച്ചിൽ, വലിയ ആൾക്കാരുടെ കരച്ചിലൊക്കെ തീർന്നുകൊണ്ട് ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിനാണെങ്കിലും മാർക്കറ്റ് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 222 പോയിന്റ് 150 വരുമ്പോൾ ആയി. മറ്റത് 300 സംതിങ് പോയിന്റ് താഴെ വരും. 360 പോയിന്റോളം താഴെ കിട്ടും. അപ്പൊ ഇന്ന് എല്ലാവർക്കും നല്ല പ്രോഫിറ്റ്, പരാതി പറഞ്ഞവരും കരഞ്ഞവർക്കും ഒക്കെ നല്ല പ്രോഫിറ്റ് ഇന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അവര് ഹാപ്പി ആവും. അപ്പൊ ഇനി നാളത്തെ തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് ശനിയും ഞായറൊക്കെ അടിച്ചു പൊളിക്കേണ്ട ക്യാഷ് ഇന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നല്ലൊരു മൂവ്മെന്റം വീണ്ടും വരുന്നുണ്ട്. അപ്പൊ ഒരു 140 എന്നുള്ളത് നല്ലൊരു പ്രീമിയം കൂടുന്നുണ്ട്. 146
190 200 വരെ വേണമെങ്കിൽ പോവാം. 25 200ന്റെ പ്രീമിയം 200 വരെ വേണമെങ്കിലും പോകാം. പക്ഷെ 25 100 130 ഇപ്പൊ 225 124 അല്ലേ, 128 വരുമ്പോൾ ഇവിടെ ചെറിയൊരു റീടെസ്റ്റ്, ചെറിയൊരു സിംഗ്, ചെറിയൊരു ഇത് കറക്ഷൻ കാണുന്നുണ്ട് അവിടെ. മാത്രമല്ല 140 ആ ഒരു റേഞ്ച് റെസിസ്റ്റൻസ് ഏരിയ. അപ്പൊ അവിടെ ഇവിടെ വന്നിട്ട് ചെറിയൊരു കറക്ഷൻ പതുക്കെ ഇനിയുള്ളത് ചിലപ്പോൾ പതുക്കെ പോകുള്ളൂ. കാരണം വെച്ചാൽ ഏരിയ ഏതാണ്ട് ഏരിയ എല്ലാവരുടെയും ഏരിയ ടാർഗറ്റ് ഒക്കെ നല്ല കിട്ടിക്കാണും പെർസെൻറ്റേജ്. ഇനി ഹീറോ എന്നൊക്കെ പറഞ്ഞ പോലെയൊക്കെ ചെറിയ എൻട്രികളൊക്കെ വന്നേക്കാം. ബട്ട് 25 100 എന്നല്ല, ചിലപ്പോൾ ഇന്ന് 25,000 വരെയും ചിലപ്പോൾ പോകാനുള്ള പോസിബിലിറ്റീസ് ഇന്നുണ്ട്. ഓക്കെ, ഇതിപ്പം തിരിച്ചിങ്ങനെ കയറിയാൽ 25 200 നിന്ന് റെസിസ്റ്റൻസ് എടുക്കാം. പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് പോകുന്നത്. പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാൻ 25 200 നിന്ന് വീണ്ടും റീടെസ്റ്റ് താഴേക്ക് വന്നേക്കാം. അപ്പോൾ വീണ്ടും പ്രീമിയം കൂടും. അത് വന്നിട്ട് 25 25,000 പോകാനുള്ള പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. പക്ഷെ എന്തായാലും എനിക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് നമുക്ക് ലൈവ് നിർത്താം. ഞാനിത് ആരുടെയും പറയാതെ ഇങ്ങനെ വന്നതാണ്. അപ്പം നമ്മളത് എല്ലാവരും ഓപ്ഷൻ ട്രേഡിങ് കാണിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ വെറുതെ ഇരുന്നപ്പോൾ നിങ്ങളാരും ഒന്നും ചോദിക്കാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ട്രേഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ സൊല്യൂഷൻസോ ഇൻവെസ്റ്റ്മെൻറ്റോ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇന്നത്തെ എൻ്റെ പരിപാടി കഴിഞ്ഞ് ഞാൻ എന്തായാലും ബാങ്കിൽ പോട്ടെ. ഓക്കെ, എനിവേ താങ്ക് യു.